കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ നിന്ന് 3 പൂവന്മാരെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്കയുടെ ഫ്രണ്ട്സും കൂടി അവന്മാരെല്ലാം ഓടിച്ചിട്ട് 3 കോഴികളെ ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. രാത്രി മുഴുവനും ഭയങ്കര കൂവിച്ചയാണ് ഇവന്മാർ. അതുകൊണ്ട് കുട്ടികളുടെ ഉറക്കവും ഡിസ്റ്റർബൻസ് ആവും. അതുപോലെ മേളിൽ താമസിക്കുന്ന ആൾക്കാർക്കും വലിയ ഡിസ്റ്റർബൻസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് പൂവന്മാരെയൊന്നും വെക്കാൻ പറ്റില്ല, ഒരെണ്ണമൊക്കെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഒന്നില്ലെങ്കിൽ ഇവന്മാരെ സെയിലാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവരെ 3 വരെ പിടിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ആദ്യം തന്നെ നല്ല ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് നേരം മുക്കിയിട്ടിരുന്നു. എന്നിട്ട് തൂവലൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കി വന്ന പൂട എന്താക്കിയെന്നറിയോ, ലൈറ്റർ ഇല്ലേ, ഗ്യാസ് ലൈറ്റർ, അത് വെച്ച് കരിയിച്ച് കളയുവാണ് ചെയ്തത്. പിന്നെ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലോണം കഴുകി അവസാനം വിനാഗിരി ഒന്നും കൂടി ഇട്ടിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് കറി വെക്കാൻ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അഞ്ജുവിൻ്റെ വീട്ടിലാണ് കേട്ടോ കൊടുത്തത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, വീട്ടിൽ തന്നെ വളർത്തുന്ന കോഴീനെ കട്ട് ചെയ്യുന്നത് കണ്ടാലും അത് കറി വെച്ച് കൊടുത്താലും ഒന്നും പിള്ളേർ കഴിക്കില്ല, അവർക്ക് സങ്കടമാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, പുറത്തുള്ള കോഴികളെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടാടാ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയാതെ നമ്മൾ കാണുന്നില്ലല്ലോ, ഇതാകുമ്പോൾ കാണുന്നുണ്ടല്ലോ, അത് ശരിയാണ് അല്ലേ. അപ്പം വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് ഈ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്തത്. ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ അപ്പുറത്ത് അഞ്ജുവിൻ്റെ വീട്ടിൽ കൊടുത്തു. അവൾ നല്ല കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം അവന്മാർക്ക് ഇതൊന്നും അറിയില്ലാത്തത് കൊണ്ട് അവരെല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്തേ.